ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു പറയുമ്പോൾ ഇന്ന് എൻ്റെ പഴയ സ്കിൽസൊക്കെ എൻ്റെ പഴയ കഴിവുകളൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ പോവുകയാണ്. എന്തെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ഈ നല്ല വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ് ഉണ്ടായിരുന്നു. ആ സംഭവമൊക്കെ പണ്ടങ്ങാണ്ട് നിർത്തിയത്. എനിക്കാണ് എഡിറ്റ് ചെയ്യാൻ മടി കാരണം പണ്ട് നിർത്തിയതാണ്. എന്തൊക്കെ ഡൈവേർഷൻ വന്ന് മാറിപ്പോയതാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അതൊന്നുകൂടെ പൊടി തട്ടിക്കുറഞ്ഞെടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ പുതിയൊരു എഡിറ്റിംഗ് പേജ് പണ്ട് എഡിറ്റിംഗ് പേജൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ MKFX എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുമായിരുന്നു. പിന്നെ നമ്മൾ മടിച്ചിട്ട് നമുക്കന്ന് ആ ഇൻസ്റ്റ ആൽഗരിതം ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഒന്ന് എഡിറ്റ് ചെയ്താൽ ഇട്ടാലും വലിയ റീച്ച് ചേർത്തില്ലായിരുന്നു. സോ അതുകൊണ്ട് നമുക്കത് മടിച്ചാൽ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഒന്നുകൂടെ നമുക്ക് എഡിറ്റിംഗ് പേജ് തുടങ്ങിയിട്ട് അതിൽ നമുക്ക് വീഡിയോ കൺസിസ്റ്റൻ്റ് ഇട്ട് ഡെയിലി കൺസിസ്റ്റൻ്റ് വീഡിയോ ഒക്കെ ഇട്ട് നമുക്കൊരു ഓഡിയൻസ് ഗ്രോ ചെയ്യണം. അതാണ് എൻ്റെ പ്ലാൻ. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫ്രീലാൻസിങ്ങിലോട്ട് കയറാൻ, വീഡിയോ എഡിറ്റിംഗ് ഫ്രീലാൻസിലോട്ട് കയറി അങ്ങനെ ഒരു പാസീവ് ഇൻകം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാം വഴിയെ പറഞ്ഞുതരാം. ഓക്കെ സാർ, അപ്പോൾ ആദ്യം ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് വിശക്കും. രാവിലെ എഴുന്നേറ്റുള്ളൂ. ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ 9 മണിയായി. ഞാൻ ഒരു വാഹ കഴിച്ചിട്ടില്ല. രാവിലെ 7:30 എഴുന്നേറ്റ്. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ ഇതിൽ ഒന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഏതാണ് വാങ്ങാനുണ്ട്, കുറച്ച് സാധനം വാങ്ങാനുണ്ട്. വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് കാര്യം പറയാം. ഓക്കെ, പക്ഷെ അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊന്ന് ജസ്റ്റ് ഓട്സ്, ഡേറ്റ്സ് പറയാം, ഇത് മാത്രം വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ബൾക്കിങ്ങിലാണ്. സോ സാധാരണ ആൾ ഷേക്ക് അടിക്കുന്നത്, ഇപ്പോൾ ഞാൻ ഓട്സ് കഴിക്കുന്നു. അപ്പോൾ ഓട്സ്, പിന്നെ ഒരു റോബസ്റ്റ പഴം, പിന്നെ ഡേറ്റ്സ് ഇത്രയിട്ട് മിക്സ് ചെയ്ത് കഴിക്കും. പിന്നെ 2 എഗ് കൂടെ കഴിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങളിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ ഇത് ഏറ്റവും ബെറ്റർ സാധനം. കാരണം ഈ ഓട്സ് എന്ന് പറയുമ്പോൾ ബൾക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ബൾക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലത് ഓട്സും ഷേക്ക് അടിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഓട്സും പഴവും ഡേറ്റ്സും ഒക്കെ ഇട്ടിട്ട് പാലൊക്കെ ഇട്ടിട്ട് ഷേക്ക് അടിച്ച് ഏറ്റവും ബെറ്റർ ബൾക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പറയുമ്പോൾ ഞാൻ ബൾക്കിങ് സീസണാണ്. ഇപ്പോൾ ഷേക്ക് അടിക്കുന്നത് വെച്ചാൽ ഞാൻ ഷേക്ക് അടിക്കുന്നത് സാധാരണ ഷേക്ക് അടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഷേക്ക് അടിക്കുന്നില്ല, കാരണം ഇപ്പോൾ നമ്മൾ ഓട്സ് കഴിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ബെറ്റർ. അപ്പോൾ കുറച്ച് പാൽ ഒഴിക്കുക, എന്നാൽ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു 2 സ്പൂണ് ഓട്സ് ഇങ്ങനെ ഇടുക. ഓക്കെ, 2 അല്ല 3 സ്പൂൺ. എന്നിട്ട് ഇത് ലൈറ്റർ കത്തിക്കുക. ഓക്കെ, ഇപ്പോൾ സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് സ്കില്ല് ഞാനിപ്പോൾ ഒന്നും തട്ടുന്ന കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ പേയ്മെൻറ്റ് സ്കില്ലാണ്. എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നില്ല. ഹൈ പേയ്മെൻറ്റ് ആയി നമ്മൾ ഈ സ്കില്ലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസാണ്. വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വീഡിയോ എഡിറ്റിംഗ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങി, ഒരു തീം പേജ് പോലെ തുടങ്ങിയിട്ട് അതിൽ നമുക്കൊരു ഓഡിയൻസ് ഗ്രോ ചെയ്തിട്ട്, എന്നിട്ട് എനിക്കിത് ഫ്രീലാൻസ് കൂടെ എന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊജക്ട്സ് ഫ്രീലാൻസിനകത്ത് കയറുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയുമ്പോൾ നല്ല പ്രൊജക്ട്സ് വേണം. നമ്മുടെ നല്ല പോർട്ട്ഫോളിയോ വേണം. അപ്പോൾ നമുക്ക് നല്ല പ്രൊജക്ട്സ് വേണം, ചെയ്ത വീഡിയോസിൻ്റെ ഒക്കെ നല്ല പ്രൊജക്ട്സ് ഒക്കെ വേണം കാണിക്കാൻ. അപ്പോൾ അത് നല്ല നോക്കിയെടുത്ത് ഫ്രീലാൻസ് വെബ്സൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻസിനെ കിട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് പാസീവ് ഇൻകമായിട്ടൊരു കുറച്ച് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ഒരു പ്ലാനിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി വീഡിയോ എഡിറ്റ് ഞാനിപ്പോൾ എന്തായാലും ഞാൻ വേറെ കോഴ്സ് പഠിക്കാനൊന്നും പോകുന്നില്ല, സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടിയാണ്. യൂട്യൂബ് നോക്കി തന്നെ പഠിക്കാനാണ്. ഇപ്പം വെള്ളത്തുമ്പി കേട്ടതൊന്നും ഇല്ലല്ലോ. സോ ഇപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോ പാട്ട് വെച്ച് ഒരു ബിഗിനർ, എനിക്ക് ഓൾറെഡി ഞാനിപ്പോൾ അത്യാവശ്യം ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. സോ അതുകൊണ്ട് എനിക്ക് വലിയ പാടില്ല പഠിക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഓരോ ചാനൽ എടുത്തിട്ടുണ്ട്. ബേസിക് പഠിക്കുന്ന ചാനലുകൾ, ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ചാനലുകൾ, പിന്നെ കളർ ഗ്രേഡിങ് ചാനൽസ്, പിന്നെ സ്പെഷ്യൽ എഫക്ട്സിൻ്റെ ചാനൽസ്, പിന്നെ ഈ സിനിമയുടെ ചാനൽസ്, സിനിമ എഡിറ്റിംഗ് പോലത്തെ, ഫിലിം എഡിറ്റിംഗ് പോലത്തെ ചാനൽസ്, പിന്നെ 3D ആനിമേഷൻസ്, VFX അങ്ങനത്തെ ഒക്കെ ഓരോരോ ചാനൽസ് ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചാനൽസ് അങ്ങനെ കണ്ട് അതിൽ നിന്ന് ഓരോന്ന് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഈ വീഡിയോ എഡിറ്റിംഗ് മാസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒറ്റ പരിപാടിയുള്ളൂ, പ്രാക്ടീസ്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇത് ചെയ്ത് ചുമ്മാ കണ്ടിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്ത് മറ്റു വീഡിയോ നമ്മൾ അപ്ലൈ ചെയ്യണം.
അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ല ചുമ്മാ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പേജ് തുടങ്ങാം. ഏത് ഇൻസ്റ്റാ പേജ് തുടങ്ങാം. നമുക്ക് ഇൻസ്റ്റാ പേജ് അതിന് പേര് അങ്ങനെ വിളിക്കുക ഷ്യൂസ്. എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ എല്ലാ കാര്യവും ഷ്യൂസ്, എൻ്റെ കാറിന് ഒരു ഷ്യൂസ് എന്നാണ്, എൻ്റെ കാറിന് ഒരു ഷ്യൂസ് എന്നാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ ബിസിനസ്സും ഞാൻ ചെയ്യേണ്ട, എനിക്ക് എല്ലാ കമ്പനീസിലെ ബിസിനസ് ആയാലും എനിക്ക് ഷ്യൂസ് എന്നുള്ള പേര് വേണം, എൻ്റെ നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ തുടങ്ങാൻ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഷ്യൂസ് എഫക്ട്സ് അത് മതി, സെറ്റ്. വേറെ നമുക്ക് പേരിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഷ്യൂസ് എഫക്ട്സ് മതി. അപ്പോൾ എനിക്ക് കുറേ കാര്യമാണ്, ഷ്യൂസ് ഓട്ടോമോട്ടീവ്, ഷ്യൂസ് എഫക്ട്സ്, പിന്നെ ഇങ്ങനെ ഷ്യൂസ് ക്ലോത്തിങ് ബ്രാൻഡ്സ്, അങ്ങനെ കുറേ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും ഈ ഷ്യൂസ് എന്നുള്ള പേര് വേണം. ഷ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേത് പറഞ്ഞത് ഫാദർ ഓഫ് ഓൾ ഗോഡ്സ് എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് ഓൾഡ് ഏൻഷ്യൻ ഗ്രീക്സ്, പണ്ടത്തെ ഏൻഷ്യൻ്റ് ഗ്രീക്സുകാരുടെയൊക്കെ ഫാദർ എന്നൊക്കെ പറഞ്ഞു, സുപ്രീം കോടതി എന്നൊക്കെ പറയുന്നത്. നമുക്കറിയത്തില്ല, നമ്മളത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഷ്യൂസ് എഫക്ട്സ് എന്നാണ് എഴുതുക. ഓക്കെ, നമുക്കിനി ഇതിനകത്തോട്ട് ബന്ധപ്പെടാം. ഇതെപ്പോഴൊക്കെ ആളുകളുണ്ടായിരുന്നു, അതായിരുന്നു ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഭാഗത്തോട്ട് പോകാം. ഓക്കെ, ഇത് ഞാൻ കഴിക്കട്ടെ. ഓക്കെ അപ്പോൾ നമ്മളാണ്ട് അങ്ങനെ നമ്മുടെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പഴയ എൻ്റെ ഒരു പേജാണ്. അപ്പോൾ അതുകൊണ്ട് 13 ഫോളോവേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി പ്രൊഫൈൽ പിക്ചറാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ജിമ്മിലെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഷ്യൂസ് എഫക്ട്സ് എന്ന് ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോൾ ഷ്യൂസ് എഫക്ട്സ് എന്ന് പേര് മാറ്റി. പിന്നെ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ള ഫോളോവേഴ്സ് തന്നെ. പിന്നെ ഈ എഡിറ്റ് വീഡിയോസ് DM ഫോർ എഡിറ്റ്സ് എന്ന് പറഞ്ഞുള്ളത് ബേസിക് ബയോ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഡെയിലി ഇതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പരിപാടി ഇനി. പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം മൊത്തം കാണിക്കുന്നില്ല, ഇപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ മൊത്തം കാണിക്കുന്നില്ല. ഞാനത് അതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാനത് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടാം, നിങ്ങൾ കയറി കണ്ടാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകാം. ഗായ്സ് ആണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം സെറ്റാക്കിയിട്ട് ഇപ്പോൾ റെൻഡറിന് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ 3/4 ഭാഗമായി, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഇത് കാണിക്കുന്നില്ല, ഇത് നമ്മുടെ ഇൻസ്റ്റയിൽ കാണും. ഈ ഷ്യൂസ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, നിങ്ങൾ പോയി ഫോളോ ചെയ്തേക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഉച്ചയ്ക്കാണ്ട് കയറിയതാ. ഇപ്പോൾ വൈകുന്നേരമായി, ഇപ്പോൾ കുറേ നേരമായി, ഇപ്പോൾ സ്ട്രെസ് എടുക്കുന്നതൊക്കെ നല്ല കണ്ണുവേദന തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചായയൊക്കെ ഒന്ന് കുടിക്കാൻ പറ്റും. നമ്മുടെ ജിത്തു കൊണ്ട് കൂടെ. അപ്പോൾ അവനും ഞാനിവിടെ പോയി ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് അപ്പോഴത്തേക്ക് റെൻഡർ ആവട്ടെ. ഓക്കെ, ഗൈസ് അപ്പോൾ അതാണ്ട് നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ചായ കുടിച്ചു, വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഷ്യൂസ് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്, ഷ്യൂസ്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ എഡിറ്റൊക്കെ ചെയ്തു. എഡിറ്റ് എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം കുറേ ആളുകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ എന്നൊക്കെ പറയും നല്ലപോലെ എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല ട്രാൻസിഷൻസ്, അത്യാവശ്യം നല്ല എഫക്ട്സ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ലപോലെ ചെയ്തതായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ MKFX എന്ന് പറഞ്ഞ പേജൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. പക്ഷേ കുറച്ച് ഇടയ്ക്കായപ്പോൾ മടുപ്പായി, പിന്നെ നിർത്തിയത്. ഇപ്പോൾ എന്തായാലും നമ്മളൊന്നും തുടങ്ങിയിട്ടുണ്ട്. അതിൽ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല, അല്ലാണ്ട് എനിക്ക് വലിയ രസം തോന്നിയില്ല. എന്നാലും നമുക്ക് തുടക്കം ഒരു സ്റ്റാർട്ടിങ് പോലെ നമുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്ത് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് മനസ്സിലായിരുന്നു. അപ്പോൾ ഇനി ഇമ്പ്രൂവ്മെൻറ്റിലാണ് നമ്മൾ കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിങ് മറ്റൊരിടത്ത് നോക്കി പഠിച്ച് അത് നമ്മൾ ഒരു വീഡിയോ റാൻഡോട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അതിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് പിന്നെ നമുക്ക് അത്യാവശ്യം അത് മാസ്റ്റർ ചെയ്യാൻ പറ്റും വീഡിയോ എഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് മൊത്തം വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഫുള്ളെല്ലാം കഴിഞ്ഞു. ഇനി പോസ്റ്റും ചെയ്ത് ഞാൻ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്, പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു. നമ്മളൊരു തുടക്കം പോലെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ദിവസം പോലെ നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.